ദിവ്യൻ ഹി മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. അപ്പോൾ ഈ പൗർണമി നിങ്ങളുടെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു? അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ വരുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥയിൽ പോലും ഒരുപാട് മാറ്റം വരുത്താറുണ്ടത്. അപ്പം നമ്മുടെ സാഹചര്യത്തിൽ, നമ്മളുടെ മാനസികാവസ്ഥയിൽ, റിലേഷൻഷിപ്പിൽ ഒക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. പിന്നെ കളക്റ്റീവാണ്, ഞാൻ ഫയൽ വയ്ക്കുന്നില്ല. അപ്പോൾ എന്താണ് ഫുൾ മൂൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? വേൾഡ് കാർഡാണ് ആദ്യം തന്നെ വന്നത്. ശരിക്കും നിങ്ങളുടെ സാഹചര്യമൊക്കെ മാറുന്നു, പോസിറ്റീവ് ആകുന്നു. ഇപ്പോൾ വേൾഡ് കാർഡ്, അപ്പോൾ മേജർ അർക്കാനയിലെ അവസാനത്തെ കാർഡ് വേൾഡ് കാർഡ് എന്ന് വെച്ചാൽ കംപ്ലീഷനാണ്. അപ്പോൾ നമ്മുടെ ഒരു യാത്ര കംപ്ലീറ്റ് ആകണമെങ്കിൽ അത് വേൾഡ് കാർഡിലെത്തി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര, നിങ്ങൾ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉള്ള ഒരു യാത്ര ഏകദേശം ആ ഒരു യാത്രയ്ക്ക് എൻഡായി. കറക്റ്റാണ്, എൻഡായി, പുതിയ തുടക്കമായി. ഇതിപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് വേൾഡ് കാർഡാണ്, മേജർ അർക്കാനയിലെ അവസാനത്തെ കാർഡ്. ഇത് ഫൂൾ കാർഡാണ്, മേജർ അർക്കാനയിലെ ആദ്യത്തെ കാർഡ്. അപ്പോൾ ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ലൈഫ് ജേർണി തുടങ്ങുന്ന സമയമാണ്. നമ്മൾ ഒരു ന്യൂ ബിഗിനിങ്, ഇത് എൻഡിങ് ആണ്. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു, അത് അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനത്തെ റീഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾ ഇതിൽ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കുറേയധികം ആൾക്കാരുടെ ആ ഒരു എനർജിയിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നല്ലതായിരിക്കട്ടെ. 8 ഓഫ് വാൻഡ്സ് ആണ്, ടെമ്പറൻസ്, കിങ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 2 ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെൻഡക്കിൾ. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വളരെ യാതനാപൂർണമായ ഒരു ജീവിതമായിരിക്കും നയിച്ചിരുന്നത്. കാരണം നിങ്ങൾ അത്രയും ടെൻഷൻ ആയിരുന്നിരിക്കും. കാരണം ഇതിപ്പോൾ അങ്ങനെ ടെൻഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഈ ഒരു കിട്ടിയതെല്ലാം ശരിക്കും വളരെ പോസിറ്റീവായ കാർഡുകളാണ് എന്തായാലും കിട്ടിയത് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ലൈഫിലൊരു വലിയ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്, പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടിരുന്നാൽ അത് പറ്റില്ല കേട്ടോ. പിന്നെ സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റാത്തതായിരിക്കാം. എന്നാലും ഒന്ന് ശ്രമിക്കുക. ഇത് കൂടി നോക്കാം, നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം, എന്നിട്ട് പറയാം. Four of Swords, 6 of Pentacles, Judgment, Hierophant, 8 of Wands, 5 of Pentacles, Page of Wands. ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ജഡ്ജ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ ഒരു വാദം കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. വാദം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ വാദം കേട്ടുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു, നീതി നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഫൈനൽ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ്. അപ്പോൾ എന്തായാലും
നമ്മൾ സമാധാനമായിട്ടിരിക്കുക. നമ്മൾ ഇപ്പം കടന്നു പോകുന്ന അല്ലെങ്കിൽ മുന്നേ പൊയ്ക്കൊണ്ടിരുന്ന എന്തവസ്ഥ തന്നെ ആയിരുന്നു എങ്കിലും അതിനെല്ലാം മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് ഉറപ്പാണ്. നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു നീതി നമുക്ക് കിട്ടും. കാരണം കർമ്മയാണ്. അപ്പോൾ ഇതിലും ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും വന്നപ്പോഴും അത് കർമ്മയാണ്, കർമ്മഫലമാണ് വരുന്നതെന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും എന്ന് യാതൊരു സംശയവും ഇല്ല. അതിൽ ചിലപ്പോൾ നമുക്ക് കർമ്മഫലം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ താമസിക്കും. നമ്മളുടെ സമയം ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സമയത്തിന് പ്രശ്നം വരുമ്പോൾ ഈ ചിലപ്പോൾ നല്ല കർമ്മം ചെയ്താൽ പോലും അതിനൊരു ഫലം കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നായാലും അത് കിട്ടും, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. ആ സമയമൊക്കെ മാറിക്കഴിഞ്ഞു ഏകദേശം പേർക്കും. കാരണം നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. വേൾഡ് കാർഡാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഫൂൾ കാർഡ് ഒരു പുതിയ തുടക്കം. നിങ്ങൾ വളരെ ഇത്രയും കാലം എന്തായിരുന്നു എന്നൊന്നും അല്ല, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. 8 ഓഫ് വാണ്ട്സ് ആണ്. ഇനി വളരെ ഇതൊന്നുമില്ല കേട്ടോ, ലാഗൊന്നുമില്ല. ക്വിക്കായിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. അത് വളരെ പ്രോഗ്രസ് ഉണ്ടാകുന്നു. അത് പെട്ടെന്നാണ്. ചിലപ്പോൾ ചില ആൾക്കാർ കുറേ കാലം കൊണ്ട് ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ക്വിക്കായിട്ട് അതിനൊരു ചേഞ്ച് വരുന്നു. ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കേൾക്കുന്ന ദിവസം പോലും ഒരു ഏറ്റവും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിലും നിങ്ങൾ പോലും വിചാരിക്കാത്ത അത്രയും പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിന് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ടെമ്പറൻസ് ആണ്, ബാലൻസ് ആണ് ജീവിതത്തിൽ. നിങ്ങൾ ട്രാൻസ്ഫോം ആയിരിക്കുന്നു എന്നുള്ളതാണ് ടെമ്പറൻസ്. നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പീരീഡിലൂടെ കടന്നുപോയി നിങ്ങൾ ട്രാൻസ്ഫോം ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തി. നിങ്ങൾ എന്താണോ, നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ മറ്റുള്ളവരുടെ പാവയായിരുന്നിരിക്കാം, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതിരുന്നിരിക്കാം, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ സ്വഭാവം പോലും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പോലും മാറ്റിക്കളഞ്ഞു പോയിരിക്കാം. കാരണം പൊതുവേ അങ്ങനെയാണ്. വേറൊരാളിനെ ഒരു അമിതമായ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്താണെന്നുള്ള ഒരു കാര്യം പോലും മാറ്റിവെച്ച് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു പോയി നിങ്ങൾ എന്താണെന്ന് പെർഫോം ചെയ്യാനുള്ളൊരു സമയമാണ് ഈ സമയം. അപ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കുക, നമ്മളായി നിന്നുകൊണ്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ. നമ്മളല്ലാതെ ആയി തീരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്ക് എന്ത് തന്നെ സ്വഭാവം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളുടെ സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഒരിക്കലും മാറ്റാതിരിക്കുക. നമ്മൾ എന്താണ്, അപ്പോൾ അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം. മോശമായി പെരുമാറാതിരിക്കാം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാം, എല്ലാവരും സ്നേഹിക്കാം. പക്ഷേ അതിലുപരി വേറൊരാളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തുക. കാരണം ഇത് ഈ പറഞ്ഞ അതേ സെൻസിലെടുക്കണം. കാരണം നമ്മൾ മാറണം എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റുകളും നമ്മളുടെ മിസ്റ്റേക്സും നമുക്ക് മാറാൻ ശ്രമിക്കാം. അതല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൽ വന്നൊരു മെസ്സേജാണ്. നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, നമ്മളുടെ കഴിവുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളല്ലാതായിരുന്നുവെങ്കിൽ, ആയി തീർന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ള ആ ഒരു കാര്യം കണ്ടെത്തി നിങ്ങളിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ധാരാളം സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരൊക്കെ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ നിങ്ങൾക്ക് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നിങ്ങളോട് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ ഒരു ഇതൊരു 6 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഏസ് ഓഫ് സോർട്സ് ആണ്. ഒരു പുതിയ ഒരു തുടക്കമാണ്, പക്ഷെ കുറച്ച് സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പുതിയ തുടക്കമാണെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു തുടക്കമാണ്. ആ ചലഞ്ചിങ് ആയിട്ടുള്ള തുടക്കം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിനെ ഭയങ്കരമായി ദൃഢമാക്കി നിങ്ങൾ. അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്ന ചേഞ്ചാണ് കേട്ടോ. എനിക്കിതിൽ കിട്ടിയത് മുഴുവൻ നിങ്ങളുടെ സാഹചര്യത്തിലുപരി നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചു, ആ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണല്ലോ ഫുൾ കാർഡ്. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ആ ഒരു പുതിയ തുടക്കത്തിൽ ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പിന്നെ 4 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഹൈറഫൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു സ്പിരിച്വൽ റെലവുമായിട്ടൊരു ശരിക്കും കണക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ ഇതിൽ ടീച്ചേഴ്സൊക്കെ ആയിരിക്കാം. അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു ദൗത്യം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലർ ഹീലർമാരായിരിക്കാം. അപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും സ്ട്രഗിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നത് നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ളൊരു അവസരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഒരു നിയോഗം പോലും ഹീലിംഗ് ആയിരിക്കാം. നിങ്ങൾ കടന്നു വന്ന ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് തന്നത് മറ്റുള്ളവർക്ക് സെയിം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളിലൂടെ അത് ഹീലാകണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഒരു ഹീലിംഗ് ഒരു അങ്ങനത്തെ ഒരു ഇത് നിങ്ങളിലുള്ള ആ ഒരു ഹീലിംഗ് പവർ നിങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങളൊരു ഹീലർമാർ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതപ്പോൾ അത് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വലിയ വിഷമം പറയുമ്പോൾ അത് പെട്ടെന്ന് അത് മാറിപ്പോകും. അപ്പോൾ ചിലരങ്ങനെയാണ്. അപ്പോൾ ദൈവം അങ്ങനെയാണ് ചിലരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ഹീലർ ആണ് എന്ന് കാണുന്നുണ്ട്. 8 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, അതല്ല ദൈവാനുഗ്രഹം ഒരുപാട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. 5 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിരാശയിലായിരുന്നെങ്കിൽ ആ നിരാശയൊക്കെ മാറിയിട്ട് പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിലോട്ട് വന്നിട്ടുണ്ട്. വളരെ നിങ്ങൾക്കൊരു ജീവിതത്തിലോട്ട് മുന്നോട്ട് വളരെ സന്തോഷത്തിൽ ജീവിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു തുടക്കത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൗർണമി വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണുന്നുണ്ട്. വളരെ സന്തോഷം. നമുക്കതിൽ ഗൈഡൻസ് മെസ്സേജ് കൂടെ നോക്കാം. ചൂസ് വൈസ്ലി വന്നിട്ടുണ്ട്. ട്രാപ്ഡ് ആൻഡ് ഫിയർ വന്നിട്ടുണ്ട്. ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. ലൈറ്റ്, സോളിറ്റ്യൂഡ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ബാലൻസ് ആണ്. അപ്പോൾ ഇതിൽ ആൾറെഡി ഒരു അവസാനത്തെ കാർഡ് ബാലൻസ് ആണ്. ആൾറെഡി ഇവിടെ ഒരു ബാലൻസിൻ്റെ കാർഡ് ടെമ്പറൻസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അടുത്ത സമയങ്ങളിൽ ഒരുപാട് ചാൻസസ് വരും, കുറേ ചാൻസ് നിങ്ങളിലേക്ക് വരും. പക്ഷേ നിങ്ങളത് ബുദ്ധിപൂർവം നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കിട്ടുന്ന എല്ലാ ചാൻസും ഒന്ന് ചാടിപ്പിടിച്ചെടുക്കാതെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഹെർമിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി കാട്ടും. പുറത്തുനിന്നുള്ള ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിവൈൻ വഴി കാട്ടും എന്ന് കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ വരും. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി.
ചിലരെങ്കിലും ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതോ ആയിരിക്കാം. ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ട്രാപ്പ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുന്നവർക്കും ശരിക്കും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്കാണ് പവറെന്ന് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഭയപ്പെടേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് ഭയപ്പെടാൻ? നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് അഥവാ എവിടെയെങ്കിലും ട്രാപ്പിലാണെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ബാധ്യതയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതിന്ന് എനിക്ക് മോൺ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, എങ്ങനെ ഇതിന്ന് മുന്നോട്ടേക്ക് പോകാം, അത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. പൗർണമിയും കൂടെയാണ്. അപ്പോൾ പ്രകാശം വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രകാശം നിങ്ങളെ നയിക്കും. അത് പുറത്ത് വേറെ ആരും തന്നെ വേണ്ട എന്നുള്ളതാണ്. നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യമുണ്ട്. പിന്നെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോകാൻ പറയുന്നുണ്ട്. സോളിറ്റ്യൂഡാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ നന്നായിട്ട് കുറച്ച് സമയമെങ്കിലും അവിടത്തേക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും അതിനെ മാറ്റി വയ്ക്കുക. നമുക്ക് 24 hours ഉണ്ട്. അതിലൊരു 20 minutes മതി നമുക്ക്. ഒരു ദിവസം 20 minute എങ്കിലും നമ്മളത് ചെയ്യുക. ഒരു 24 minute, ഒരു നാഴിക നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോകും. അതിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാഴികയെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഒരു നാഴികയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ടിരുന്നത് മെഡിറ്റേഷൻ ആകാം, പ്രാർത്ഥനകളാകാം, എന്തെങ്കിലും തരത്തിൽ നമ്മൾ ജപിക്കുന്നതാകാം. ഇതൊക്കെ ചെയ്ത് കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്കായിട്ടൊന്ന് മാറ്റി വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസ് തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന ട്രാപ്പിലാണ്, മുന്നോട്ടേക്ക് പോകാനേ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്കും ദൈവം വഴി കാട്ടും എന്നാണ് ലൈറ്റ് പറയുന്നത്. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി കാട്ടും. ബാലൻസാണ് ജീവിതത്തിൽ. ബാലൻസ് വരുന്നു. അത് ടെമ്പറൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം ബാലൻസ് ഇതിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്ക് ആൾറെഡി ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു മാലാഖയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ സാഹചര്യം മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വിശ്വസിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ആക്ട് ചെയ്യുക. അപ്പോൾ അതിന് ആക്ഷൻ എടുക്കുക. ആ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇന്നത്തെ പൗർണമി വളരെ എല്ലാവർക്കും തന്നെ ഈ ഒരു എനർജി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ആഗ്രഹങ്ങളും നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.